യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. മിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ MP എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധി നടത്തിയ സമാനതകളില്ലാത്ത ഇടപെടലുകളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും സാക്ഷ്യപത്രമായി ഒപ്പോത് പുറത്തിറങ്ങി. 2024 നവംബർ മുതൽ 2025 ഡിസംബർ വരെയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ വികസന രേഖ AP അനിൽകുമാർ MLA, PK ബഷീർ MLAക്ക് നൽകി പ്രകാശനം ചെയ്തു. ബഹുമാന്യയായ നമ്മുടെ പാർലമെന്റ് അംഗം ശ്രീമതി പ്രിയങ്ക ഗാന്ധി നവംബർ 28-നാണ് 2024 നവംബർ 28-നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 2025 ഡിസംബർ 31 വരെ അവർ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിനു വേണ്ടി പാർലമെന്റിലും ഒക്കെ നടത്തിയ ഇടപെടലുകൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഓപ്പോത് എന്നുള്ള പേരിട്ട ഒരു പുസ്തകം ഇന്ന് പ്രകാശിപ്പിക്കുകയാണ്. ഒരു പാർലമെന്റ് അംഗം ഒരു വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടത്തി അത് ജനങ്ങളിലേക്ക് നൽകുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. അത് ജനപ്രതിനിധികൾക്ക് ഒരു മാതൃകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം. നിലമ്പൂരിലെ ചോലനായക സമൂഹത്തിന്റെ തനത് ഭാഷയിൽ ഒപ്പോത് എന്നാൽ ഒരുമിച്ചുള്ള യാത്ര എന്നാണ് അർത്ഥം. 2024 നവംബർ 28-ന് പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത് മുതൽ ഒരു വർഷക്കാലം വയനാടിന്റെ വികസനത്തിനായി പ്രിയങ്ക ഗാന്ധി നടത്തിയ ഇടപെടലുകളാണ് പുസ്തകത്തിലുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി കേന്ദ്രത്തെ കൊണ്ട് പ്രഖ്യാപിപ്പിച്ചു. നിലമ്പൂർ റോഡ് അണ്ടർപാസ് യാഥാർത്ഥ്യമാക്കി. കൂടുതൽ ട്രെയിൻ സർവീസുകളും സ്റ്റോപ്പുകളും അനുവദിച്ചു. നിലമ്പൂർ തുവൂർ സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. വയനാട് മെഡിക്കൽ കോളേജിന് 50 MBBS സീറ്റുകൾക്ക് അനുമതി ലഭ്യമാക്കി. തുടങ്ങിയ വികസന മുന്നേറ്റങ്ങളാണ് ബുക്കിൽ പരാമർശിക്കുന്നത്. അവിടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ ഓരോ കാര്യങ്ങളുള്ള ഇടപെടലുകൾ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ നേട്ടങ്ങളുടെ ഒരു പട്ടികയാണ് ഇന്ന് ബഹുമാന്യായ ശ്രീ അനിൽകുമാർ MLA അവർക്ക് നിന്ന് ഒപ്പ് തന്ന പുസ്തകം ഞാൻ ഏറ്റുവാങ്ങിയത്. നമ്മുടെ MP യെ സംബന്ധിച്ചിടത്തോളം കേവലം MP അല്ല, MP ഫണ്ടും കേന്ദ്ര ഫണ്ടും എന്നല്ല, അവർ CSR ഫണ്ട് ഒരുപാട് ഫണ്ടുകൾ നമുക്ക് തന്നു. അംഗനവാടികൾ ഹൈടെക് ആക്കാൻ വേണ്ടി 49 ലക്ഷം റുപ്യാണ് ഓരോ അംഗനവാടിക്ക് തന്നത്. ഏത് MP-മാരുടെ കാലഘട്ടത്തിൽ കിട്ടിയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ ചോദിച്ച സ്കൂളുകൾക്കൊക്കെ ലാപ്ടോപ്പ് ഒക്കെ CSR ഫണ്ടുകൾ, ഒരുപാട് ഫണ്ടുകൾ. പിന്നെ എല്ലാവരെയും ഇടപെടും, എല്ലാ വിഭാഗം ജനങ്ങളെയും, എല്ലാ സാമുദായിക നേതാക്കന്മാരെയും എല്ലാവരും അവരങ്ങോട്ട് പോയി കണ്ട് അവരോടൊക്കെ അവരുടെയൊക്കെ വിഷയങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു MP-യാണ് നമ്മുടെ പ്രിയങ്കരായ. ചടങ്ങിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ P. ഖാലിദ് മാസ്റ്റർ, KC കുഞ്ഞുമുഹമ്മദ്, ആലിപ്പറ്റ ജമീല, TP ഗോപാലകൃഷ്ണൻ, ജബീബ് സുക്കീർ, VAK തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.